PR ശിവശങ്കർ, കോൺഗ്രസ് പ്രതിനിധി GV ഹരി, അദ്ദേഹം പറഞ്ഞ വാദങ്ങളൊക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. എന്തെങ്കിലും മറുപടി ഉണ്ടോ ഇതിന് നൽകാൻ? സർക്കാർ PSC ഉദ്യോഗാർത്ഥികൾക്കൊപ്പം എന്നാണ് GV ഹരി പറഞ്ഞു വെക്കുന്നത്. ഇതിനു മുൻപ് ശ്രീ ബേസിൽ പാറേക്കുടി പറഞ്ഞോളൂ. അല്ല, ഞാൻ അങ്ങോട്ട് വരാം. ഹരിയുടെ കുറച്ചുകൂടി മാന്യമായ വാദമുഖങ്ങളായിരുന്നു, അങ്ങോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് ബേസിൽ പാറേക്കുടി, ഇപ്പോൾ അഞ്ജലി പറഞ്ഞതുപോലെ ആ എൻ്റർടൈൻമെൻറ്റ് കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു ഞാൻ. അത് വളരെ വിചിത്രമായ ഭാഷകൾ, അദ്ദേഹം പറഞ്ഞ ഭാഷയോടൊന്നും ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല, കാരണം അദ്ദേഹം ഇവിടെ ഇല്ല. അത് ഹരി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കണക്കുകളിലെ തെറ്റ് എനിക്ക് പറഞ്ഞേ പറ്റൂ. അദ്ദേഹം അറിയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ അറിഞ്ഞിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞ 2-3 തെറ്റുകളല്ല, അദ്ദേഹം ചില സത്യങ്ങളും പറഞ്ഞു. അതിനോട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അംഗീകരിച്ചത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളില്ല. അത് കാരണം സ്കൂളിൽ അധ്യാപകരെ നിയമിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം നീട്ടി പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം. അപ്പോൾ നോക്കൂ, സംസ്ഥാനത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പോകാത്തത് 2 കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഒന്ന്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ കപ്പാസിറ്റി അത് കുറവുണ്ട്. 2, അല്ലെങ്കിൽ അവിടുത്തെ പാഠ്യ വിഷയത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാരുകളുടെ പാഠ്യ വിഷയത്തെക്കുറിച്ച് സംസ്ഥാനത്തെ പാരൻസിന് അത്ര തൃപ്തിയില്ല. കാരണം ഇവരൊന്നും പഠിക്കാതെ ഒരു ക്ലാസ്സിൽ പോകാതെ ഇരിക്കുകയല്ലോ, അവരെല്ലാം കൂടുതൽ കൊടുത്ത് ഫീസ് കൊടുത്ത് CBSE സിലബസിൽ പഠിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ പാഠ്യപദ്ധതിയിൽ കൂടുതൽ വിശ്വാസമുണ്ട്. 2, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറുകളും അവിടുത്തെ കുറച്ചുകൂടി സൗകര്യങ്ങളും കുട്ടികൾ ആഗ്രഹിക്കുന്നു എന്നുണ്ട്. എന്നാലും ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിടില്ല, ഞങ്ങൾ കേന്ദ്ര പദ്ധതിയുടെ പാഠ്യപദ്ധതിയിൽ ഞങ്ങൾക്ക് എതിർപ്പുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ പാരൻസിന് ഒരു പ്രശ്നവുമില്ല, അവർ കൂടുതൽ സംസ്ഥാന സ്കൂളുകളിൽ നിന്ന് മാറിക്കൊണ്ട് CBSE സിലബസിലേക്ക് പോകുന്നു. അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം കേന്ദ്രത്തിനാണ്. അപ്പോൾ പാഠ്യപദ്ധതി സംസ്ഥാനത്തെ കൂടുതൽ ആളുകൾ കേന്ദ്രത്തെ ആശ്രയിക്കുന്നു. കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടുവാനാണെങ്കിൽ അതും ഇത്തരത്തിലുള്ള CBSE കൂടുതൽ ഫീസ് കൊടുത്തു പോകുന്നു. എന്നാലും ഞങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടില്ല എന്നുള്ളത് സംസ്ഥാനത്തെ സർക്കാർ ഇവിടുത്തെ സാധാരണ പാരൻസിനോട് ചെയ്യുന്ന കൊടിയ അനീതിയാണ്. അവരുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് തികച്ചും പൂർണ്ണമായ എതിരാണ്. അതല്ലെങ്കിൽ മറ്റൊരു പ്രേക്ഷകൻ ഈ ലൈവത്തോണിൽ പ്രതികരിക്കാൻ എത്തുന്നുണ്ട്. ദുബായിൽ നിന്നും ശ്രീ ഷൈജു കേൾക്കാമെങ്കിൽ ഈ ലൈവത്തോൺ അങ്ങ് ശ്രദ്ധിച്ചിരിക്കാം. എന്താണ് ഈ ഒരു വിഷയത്തിൽ, കണ്ണു തുറക്കൂ സർക്കാരെ എന്ന വിഷയത്തിലുള്ള ലൈവത്തോണോട് അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത്? ഞാൻ PSC വഴി ജോലി മേടിച്ചു, സർക്കാർ സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അന്ന് PSCയെ നമ്മൾ ദൈവത്തിന് തുല്യമായി കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. കാരണം നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നാൽ നമുക്ക് നിയമനം കിട്ടുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുപോലെ റാങ്ക് ലിസ്റ്റ് അന്ന് പണ്ട് കാലത്ത് നമുക്ക് ഒരു പരീക്ഷയെക്കുറിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചെറിയ കാർഡിൽ എഴുതിയിട്ടാൽ പോലും അത് PSCയുടെ വിജിലൻസ് അന്വേഷിക്കുക, അതിന്റെ റിപ്പോർട്ട് നമുക്ക് തരികയും ചെയ്യുമായിരുന്നു. അങ്ങനെ പല പിൻവാതിലൂടെ കയറിയ ആളുകളും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ സർക്കാർ ഈ കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹമാണ്. അവർക്ക് വേറെ ഒരു വാതിലുകളും ഇല്ലാത്ത സമയത്താണ് അവർ PSCയിൽ അഭയം തേടുന്നത്. പിന്നെ ശ്രീമാൻ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന് ഒരു കാരണവശാലും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. VD സതീശനും കൂട്ടരും പറയുന്നത് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ PSC നടത്തിയ അഴിമതിയാണ്. പക്ഷെ ആ അഴിമതി ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുവാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും നികുതി കൊടുത്ത് ശ്രീമാൻ VD സതീശനെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുത്തിയിരുന്നത്. അദ്ദേഹം നമ്മുടെ സർക്കാരിന്റെ ചെലവിലാണ് കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഈ മുഖ്യമന്ത്രി ആകുന്നതുവരെ ഒരു വാക്ക് പോലും ഉരിയാടിയിട്ടില്ല. അതുപോലെ ബേസിൽ പാറേപ്പടി യൂത്ത് കോൺഗ്രസ് നേതാവ്, അദ്ദേഹത്തിനും ഇതിൽ നിന്നും പിന്മാറാൻ കഴിയില്ല. അദ്ദേഹം പറയുന്ന അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ KCന്റെ നേതാവാണെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയ അഴിമതി അദ്ദേഹമായിരുന്നു ഇതുപോലെ നിയമസഭയ്ക്ക് മുമ്പിൽ സമരം ചെയ്ത് ജനങ്ങളുടെ മുന്നിൽ എത്തിക്കണം. അതാണ് നന്ദി ശ്രീ ഷൈജു അങ്ങയുടെ പ്രതികരണത്തിന്.